അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 26 ചന്ദ്രിക ദിനപത്രത്തിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ UDF സജ്ജം എന്ന തലക്കെട്ടിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഷെരീഫ് സാഗറും എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളെ വിലയിരുത്തുന്നു എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ലേഖനം ആരംഭിക്കുന്നത്. രാജ്യത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയം ഏറെ പ്രസക്തമായ കാലത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ കാലത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മുസ്ലിം ലീഗ് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആധികാരിക സംഘടനയാണ്. DMK, കോൺഗ്രസ് തുടങ്ങിയ വിവിധ മുന്നണികൾക്കൊപ്പം പ്രവർത്തിച്ച മതേതര പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇന്ത്യയിലെ ന്യൂനപക്ഷ മുഖ്യധാരയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. വിഭാഗീയതയെയും തീവ്രവാദത്തെയും മുസ്ലിം ലീഗ് പിന്തുണക്കുന്നില്ല. രാജ്യത്തിൻ്റെ നയം വിശദീകരിക്കാൻ ഇന്ത്യൻ സംഘത്തോടൊപ്പം ET മുഹമ്മദ് ബഷീർ സാഹിബ് വിദേശകാര്യ പഠനത്തിലാണ്. നേരത്തെ അഹമ്മദ് സാഹിബും ഈ ദൗത്യമാണ് നിർവഹിച്ചത്. രാജ്യത്തിനും സമുദായത്തിനും വേണ്ടി പഴയകാല നേതാക്കൾ നിലകൊണ്ട മാതൃക പിന്തുടർന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഉയർന്നിരിക്കുകയാണ്. ഖായിദെ മില്ലത്ത് സെൻറ്റർ കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് ഒന്ന് പറയാമോ എന്നുള്ള ചോദ്യത്തിന് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകൾ, QMC കേന്ദ്രീകരിച്ച് ഓരോ സംസ്ഥാനത്തും പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര മുസ്ലിം ലീഗിന് സാധ്യതയുള്ള സംസ്ഥാനമാണ്. ബനാത്വാല സാഹിബ് അവിടെ നിയമസഭാംഗമായിരുന്നു. ശരിയായ ഒരു മുന്നണിയുടെ ഭാഗമാകാത്തത് കൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗിന് മുന്നേറാൻ സാധിക്കാതെ പോയത്. കേരളത്തിലും സമാനമായ സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല മറിമായങ്ങളും പിന്നിട്ടാണ് ഇന്നത്തെ സുസ്ഥിരമായ അവസ്ഥയുണ്ടായത്. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് മറികടക്കാനാവുക? വെല്ലുവിളികളേക്കാൾ സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. പുതിയ തലമുറ ഈ സാധ്യതകളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഖായിദെ മില്ലത്ത് സെൻറ്റർ അതിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ എന്തൊക്കെയാണ് UDFൻ്റെ സാധ്യതകൾ? മുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമായിട്ടുണ്ടോ? കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കാത്തിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ആ മാറ്റം കാണാനാവും. 10 കൊല്ലത്തോളമായി പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും കേരള സർക്കാരിന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കെട്ടിഘോഷിച്ച KFOണും കിഫ്ബിയുമൊക്കെ പരാജയത്തിലാണ്. വികസനവും കരുതലും എന്നതായിരുന്നു UDF സർക്കാരിൻ്റെ നയം. ഇപ്പോൾ ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ അവതാളത്തിലായി. കിട്ടിയ അവസരം ജനം ഉപയോഗിച്ചതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അവസരം ജനം ഉപയോഗിക്കും. മുസ്ലിം ലീഗ് ഫുൾ സെറ്റാണ്. തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിൽ പിണറായി സർക്കാർ നടത്തിവരുന്ന PR തള്ളുകളെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ വെറും കുമിളകളാണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഊതിവീർപ്പിച്ച നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് എത്ര പെട്ടെന്നാണ് പൊളിഞ്ഞത്. ആ ഫ്ലെക്സ് കാണുന്നത് അവർക്ക് തന്നെ ജാള്യതയായിട്ടുണ്ട്. അടുത്ത ചോദ്യം, എക്സ്പ്രസ് ഹൈവേയുമായി UDF വന്ന കാലത്ത് പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളുമായിരുന്നു. ഇപ്പോഴത്തെ ദേശീയപാത വികസനം പരിസ്ഥിതിയെ പരിഗണിക്കാതെയാണ് എന്ന് അഭിപ്രായമുണ്ടോ? അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്രസ് ഹൈവേ കേരളത്തിൻ്റെ കാലാവസ്ഥ പരിഗണിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നത്
ചൈനീസ് വൻമതിലാണ്. ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കിയാണ് കേരളത്തിൽ ഹൈവേ വികസനം നടപ്പിലാക്കിയത്. വയലിൽ ഈ മാതൃകയിൽ റോഡുണ്ടാക്കാൻ പാടില്ലെന്ന് വിവരമുള്ള എല്ലാവരും പറഞ്ഞു നോക്കി. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിടിവാശി കാണിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ജനങ്ങളും ജനപ്രതിനിധികളും ഒന്നിച്ച് ഈ വിഷയം ഉന്നയിച്ചിട്ടും അവർ ഗൗനിച്ചിട്ടില്ല. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പരിസ്ഥിതി സംഘടനകളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടം കൊയ്യാൻ പല ഭാഗങ്ങളിൽ നിന്ന് ശ്രമം നടത്തുന്നുണ്ട്. മതേതര കേരളം എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കുക? ഉത്തരേന്ത്യൻ മോഡലിൽ എന്തും പറയാമെന്നാണ് ചിലർ കരുതുന്നത്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. വർഗീയ ചിന്താഗതിയുമായി ആര് വന്നാലും കേരളത്തിലെ ജനം അവരെ അറപ്പോടെയാണ് കാണുന്നത്. BJPയുടെ അടവൊന്നും ഇവിടെ വിലപ്പോകില്ലെന്ന് മുനമ്പം വിഷയത്തിൽ മനസ്സിലായതാണ്. സമാധാനവും വളർച്ചയുമാണ് ജനം ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം, മുസ്ലിം ലീഗ് കൊണ്ട് സമുദായത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് ഈയിടെ ഒരു മതപണ്ഡിതൻ്റെ പ്രസ്താവന കണ്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പറയുന്നവർക്ക് തന്നെ ഈ വാചകം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പിന്നീട് വിശദീകരണം നൽകേണ്ടി വരുന്നത് അത് യാഥാർത്ഥ്യമല്ലാത്തത് കൊണ്ടാണ്. ഈ പറയുന്നവർ പോലും മുസ്ലിം ലീഗ് അധികാരത്തിലുണ്ടായതിൻ്റെ സൗകര്യം അനുഭവിച്ചവരാണ്. ഞാൻ മന്ത്രിയായ സമയത്താണ് സ്വകാര്യ മേഖലയിൽ പ്രൊഫഷണൽ കോളേജ് എന്ന ആശയമുണ്ടായത്. ഈ കാലത്തെ സ്വകാര്യ എന്ന് കേട്ടാൽ ഇടതുപക്ഷം ചുവപ്പ് കണ്ട കാളയെപ്പോലെയായിരുന്നു. എതിർപ്പുകളെ വകവെക്കാതെ സ്വകാര്യ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവന്നു. MESനെയാണ് ഇത് ഏൽപ്പിച്ചത്. അതിനുശേഷം എത്രയോ കോളേജുകൾ വന്നു. മുസ്ലിം ലീഗാണ് അതിനൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയത്. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, NSS, SNDP, ക്രിസ്തീയ സഭകൾ എന്നിവർക്കെല്ലാം മുസ്ലിം ലീഗ് അധികാരത്തിലുണ്ടായതിൻ്റെ ഗുണഫലം ലഭിച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സമുദായങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. സഹവർത്തിത്വത്തോടെ മാത്രമേ വികസനം നടക്കൂ. കേരളത്തിൻ്റെ ഈ വികസനത്തിന് രാഷ്ട്രീയ നേതൃത്വം നൽകുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം ശക്തമായത്. ഇങ്ങനെയൊക്കെയാണ് മാതൃക ഇന്ത്യയിൽ എവിടെയുള്ള ഇങ്ങനെയൊരു മാതൃക ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഇരകൾക്ക് നിരവധി സന്നദ്ധ സംഘടനകൾ സ്വന്തമായി വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതിയെ മാത്രം എതിർക്കുകയാണ് മുഖ്യമന്ത്രി. ലീഗ് ചെയ്തത് ശരിയായില്ല എന്നാണ് പറയുന്നത്. വയനാട്ടിൽ എന്ത് ശരിയില്ലായ്മയാണ്? ലീഗ് സന്നദ്ധ സംഘടനകളിൽ പലതും സർക്കാരിനെ കാത്തിരിക്കാതെ അവരുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ചെയ്യുമ്പോൾ അസഹിഷ്ണുത കാണുന്നതിന് പകരം സർക്കാരിൻ്റേതല്ലാതെ ശ്രദ്ധേയമായ പദ്ധതികൾ ലീഗിൻ്റേതാണ് എന്നതുകൊണ്ടാണ് സർക്കാർ ലിസ്റ്റിൻ്റെ പുറത്തുള്ള ആർക്കും മുസ്ലിം ലീഗ് വീട് നൽകുന്നില്ല. മുമ്പ് നിരവധി സഹായങ്ങൾ ചെയ്തതും സർക്കാർ ലിസ്റ്റ് പ്രകാരമാണ്. എല്ലാ ജാതി മതസ്ഥരും മുസ്ലിം ലീഗിൻ്റെ പട്ടികയിലുണ്ട്. പട്ടയമുള്ള ഏറ്റവും മികച്ച ഭൂമിയാണ് മുസ്ലിം ലീഗ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലീഗ് നന്നായി ചെയ്യുന്നതിനുള്ള കണ്ണുകടിയാണ് ഈ വിമർശനം. സമസ്തയിലെ പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിലെയും പാണക്കാട് കുടുംബത്തെയും പഴി പറഞ്ഞ് ഒരു വിഭാഗം രംഗത്തുണ്ട്. ഈ പ്രശ്നങ്ങൾ മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മറുപടി, വലിയ പ്രസ്ഥാനമാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മതസംഘടനകളും സാമൂഹ്യ സംഘടനകളും അവരവരുടെ മേഖലകളിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. അതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നത് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. ഭിന്നിപ്പ് ഞങ്ങളുടെ സമീപനമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടി രംഗത്തുണ്ട്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പാണക്കാട് കുടുംബത്തിന് കേരളത്തിലെ
ജനങ്ങളിലുള്ള സ്ഥാനം ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാനാവില്ല. പല കാലങ്ങളിൽ ഈ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ജനം അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം. അടുത്ത ചോദ്യം, വ്യവസായിയായ വി എം രാധാകൃഷ്ണൻ്റെ വീട്ടിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്താണ് വി എം രാധാകൃഷ്ണനുമായുള്ള ബന്ധം? ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മറുപടി, ഞങ്ങൾ പോയത് വ്യവസായിയായ രാധാകൃഷ്ണൻ്റെ വീട്ടിലല്ല. പാണക്കാട് എപ്പോഴും വന്നിരുന്ന പൂക്കോയത്തങ്ങളുടെ കാലം തൊട്ടേ പാണക്കാട് കുടുംബവുമായി ബന്ധമുള്ള ചെങ്ങോട്ടുകാരനായ രാധാകൃഷ്ണൻ്റെ വീട്ടിലാണ്. സന്തോഷത്തിലും സന്താപത്തിലും പരിചയമുള്ളവരുടെ വീട്ടിൽ പോകുന്നത് സ്വാഭാവികമാണ്. രാധാകൃഷ്ണൻ്റെ അമ്മയെ ഞങ്ങൾക്കെല്ലാം നേരത്തെ പരിചയമുണ്ട്. ആ അമ്മ മരണപ്പെട്ടപ്പോൾ അവിടെ പോയതിനെയാണ്. ആരെങ്കിലും വിവാദമുണ്ടാക്കിയാൽ അവരുടെ മതിപ്പാണ് നഷ്ടപ്പെടുന്നത്. അടുത്ത ചോദ്യം, MSFന് ഇത് സമ്മേളന കാലമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് കാലമാണ്. പോഷക സംഘടനകൾക്കെല്ലാം അവരെല്ലാം സജീവമാണ്. മുസ്ലിം ലീഗിലെ ഭാവി തലമുറയെ സംബന്ധിച്ച പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വളരെ അഭിമാനമുണ്ട്. MSF ക്യാമ്പസുകളിൽ ശക്തിപ്പെട്ടു. ദേശീയ തലത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സ്വാധീനമുണ്ടാക്കി. യൂത്ത് ലീഗും വളരെ ശക്തമാണ്. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമുദായിക നീതിക്കും വേണ്ടി പോരാടുക എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നയം. വർഗീയത പറഞ്ഞവരും തീവ്രവാദ നിലപാട് സ്വീകരിച്ചവരും കാലഹരണപ്പെട്ടു പോയി. യുവാക്കളും വനിതകളും വിദ്യാർത്ഥികളും ശക്തമായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് പാർട്ടി എല്ലാ പിന്തുണയും നൽകും. ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അഭിമുഖമാണ്, പ്രിയപ്പെട്ട ഷെരീഫ് സാഗർ നടത്തിയിട്ടുള്ള അഭിമുഖമാണ് ഇവിടെ വളരെ കൃത്യമായി വിശദീകരിച്ചത്. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കാത്തിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ആ മാറ്റം കാണാനാവുമെന്ന തലക്കെട്ടിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ UDF സജ്ജമെന്ന വലിയ ഹെഡ്ലൈനിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വീണ്ടും പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഭാരവാഹിത്വം ഏറ്റെടുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇന്നതിൻ്റെ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലും വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായി തന്നെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റിനകത്ത് 5ഓളം MP ഇന്ന് മുസ്ലിം ലീഗിനുണ്ട്. പാർലമെൻറ്റിൽ ലോക്സഭയിൽ 3 പേരും രാജ്യസഭയിൽ 2 MP അടങ്ങുന്ന വലിയൊരു നേതൃനിരയുള്ള ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ദേശീയ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ അബ്ദുസ്സമദ് സമദാനി സാഹിബും അതുപോലെ തന്നെ ദേശീയ ട്രഷറർ ദേശീയ കമ്മിറ്റി അംഗമായ ബഹുമാന്യനായ നവാസ് ഗനി MP അടങ്ങുന്ന ലോക്സഭ MP അതുപോലെ തന്നെ ദേശീയ ട്രഷറർ അടങ്ങുന്ന പ്രിയങ്കരനായ വഹാബ് സാഹിബ്, അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാന്യനായ ഹാരിസ് പീരാൻ MP അടക്കമുള്ള രാജ്യസഭാ MP വളരെ ശക്തമായി തന്നെ പാർലമെൻറ്റിനകത്ത് കൃത്യമായി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത്. കൃത്യമായി മുസ്ലിം ലീഗ് വളരെ കൃത്യതയോടുകൂടെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവസാനമായി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നേറുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇനിയും ഒരുപാട് മുന്നേറ്റം നടത്താൻ പ്രിയ നേതൃത്വത്തിന് ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബിനും അതുപോലെ തന്നെ ദേശീയ കാര്യ നിരീക്ഷകൻ കൂടിയായ ബഹുമാനിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാരവാഹികൾക്കുമൊക്കെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കാൻ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ
കേരളത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ KPA മജീദ് സാഹിബ്, ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ദേശീയ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ദേശീയ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് ഫാത്തിമ മുസഫർ, അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധി പ്രിയപ്പെട്ട ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ജയന്തി രാജനടക്കമുള്ളവർ കൃത്യമായി തന്നെ ദേശീയ കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഊർജ്ജസ്വലമായ പുതിയൊരു കമ്മിറ്റിക്കാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തി വരും നാളുകളിൽ മുസ്ലിം ലീഗിന് ശക്തമായി മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഈ ഒരു PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ ഒരു അഭിമുഖം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് നൽകാൻ സാധിച്ചതിലുള്ള കൃതജ്ഞയും നിങ്ങൾക്ക് മുമ്പിൽ വളരെ സന്തോഷത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.